ഹലോ ഡിയേഴ്സ്, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ചോറ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ആ ചോറ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മാത്രം വെള്ളം ചേർത്തൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ രണ്ടാണി വെല്ലം ഉരുക്കിയെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വിസ്ക് വെച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ചു. ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു ടേസ്റ്റിനും കാണാൻ ഭംഗിക്കും വേണ്ടി കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 10-15 മിനിറ്റ് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. പിന്നെ കുറച്ച് ബദാം ഉണ്ടായിരുന്നു, അതും കൂടി ക്രഷ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഞാനിത് എടുത്ത് നോക്കിയതാണ്. അപ്പോൾ സൈഡിൽ നിന്നും ഒരു സ്പൂൺ വെച്ചൊന്ന് ഇളക്കിയാൽ നമുക്കിത് എടുക്കാൻ വേണ്ടി കിട്ടും. അടുത്ത ഒരു ട്രിപ്പും കൂടി ഇതുപോലെ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പ്ലേറ്റിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായി തണുത്തതിന് ശേഷം എടുത്താൽ വേഗം തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ എടുക്കാൻ നോക്കിയപ്പോൾ ചൂട് കുറഞ്ഞ് ശരിക്കും പോയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇത് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ചോറൊക്കെ ബാക്കിയായാൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും തയ്യാറാക്കാം. കഴിക്കാനും നല്ലതാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. നല്ല ടേസ്റ്റ് ഉണ്ട്. വലിയ ചിലവൊന്നുമില്ല. കുറച്ച് വെല്ലത്തിൻ്റെയും കുറച്ച് ഗോതമ്പ് പൊടിയും മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇതുപോലെ ഞാൻ പകുതി കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടി തയ്യാറാക്കിയതാണ്. അപ്പോൾ ഇവർ കഴിക്കുന്നുണ്ട്.